ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഷാർജ വരെ പോവാണ് കേട്ടോ. ഷാർജയില് നമ്മുടെ ചിറ്റപ്പൻ നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം ചിറ്റപ്പന്റെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പം ഇപ്പം എയർപോർട്ടിൽ 10:30 ആകുമ്പോഴത്തേക്ക് ചിറ്റപ്പൻ എത്തും. നമ്മളിതേ ഇവിടെ 9:30 ആകുന്നു. 9:25 മുക്കാൽ മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ഇപ്പം അങ്ങ് ചെല്ലും. അപ്പോൾ ഇനിയും ഷാർജയിൽ ചെന്നിട്ട് കാണാം. വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. സർപ്രൈസ് ഒന്നുമല്ല, അമ്മയോട് നമ്മൾ പറഞ്ഞായിരുന്നു ഫോൺ വാങ്ങിക്കുമെന്ന്. നമ്മുടെ ഫോൺ കളഞ്ഞുപോയി. അമ്മമാർ രണ്ടുപേരൂടെ, കണ്ണൻചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂടെ ചാർധാം യാത്ര പോയിട്ടുണ്ടായിരുന്നു നവംബറിൽ, ഒക്ടോബർ ലാസ്റ്റ് നവംബറൊക്കെ ആയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഹരിദ്വാർ വെച്ചിട്ട് ഫോണ് ആരും അടിച്ചോണ്ട് പോയി. അപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പം 2.5 മാസമായിട്ട് അമ്മ അവിടെ ഒരു പഴയ ഫോണായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് കൊടുത്തു വിടാൻ പോവാണേ കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തുകയാണേ കേട്ടോ. ജ്യൂസ് ഒന്നുമില്ല, ചായയൊക്കെ റെഡിയായി. എനിക്ക് നല്ല ജലദോഷമാണ്. മെനഞ്ഞാന്ന് ഒരു ഉച്ച മുതൽ ജലദോഷം തുടങ്ങി. എന്താണ് റീസൺ എന്ന് അറിയത്തില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒന്നുമല്ല. കഴിഞ്ഞ ഷോപ്പിങ്ങിന് ഇറങ്ങിയതേ ഉള്ളൂ. അതിന് 3-5 ദിവസമൊക്കെ ആയി. എനിക്ക് തോന്നുന്നു കുളിച്ചിട്ട് ഞാൻ കിടന്നൊന്ന് ഉറങ്ങിയായിരുന്നു ഉച്ചയ്ക്ക്. അതായിരിക്കണം ജലദോഷമായത്. പനിയായിട്ടില്ല. അതിന് മുമ്പുള്ള മൂക്കൊലിപ്പും സ്റ്റേജസ് ഒക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് രാവിലെ മുതൽ ചേട്ടനും ചെറിയൊരു തൊണ്ടയ്ക്ക് വേദന എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആണെങ്കിൽ പൊളിയായിരിക്കും. ആദ്യക്കൂട്ടിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. തുമ്മുന്നൊക്കെ ഉണ്ട് ആള്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫോൺ കൊടുത്തു വിടണ്ടോണ്ടാട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു. പനി, എനിക്ക് ഭയങ്കര ജലദോഷമായി, ഭയങ്കര ഇറിറ്റേഷനാണ്. പനിയാണെങ്കിലും കുഴപ്പമില്ല, ജലദോഷം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റേജ്. അപ്പം അത്യാവശ്യമായതുകൊണ്ടാണ് പോകുന്നത്. ഇനി ഷാർജയിൽ ചെന്നിട്ട് കാണാവേ. ഞാൻ വ്ളോഗ് എടുക്കാൻ ഓർക്കുവാണെങ്കിൽ വ്ളോഗ് എടുക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞത് നമ്മൾ ഷാർജ എയർപോർട്ടിലോട്ട് ഇതാ വന്ന് കയറുന്നു. ഇതാണ് ഷാർജ എയർപോർട്ട്. ഫോണും സാധന സാമഗ്രികളൊക്കെ സെറ്റ്. അങ്ങനെ ഫോണൊക്കെ കൊടുത്ത് വിട്ടു. നല്ല തണുത്ത കാറ്റ് അല്ലേ അതിക്കുട്ട? നല്ല തണുത്ത കാറ്റ്. അയ്യോ, ഫോണൊക്കെ കൊടുത്ത് വിട്ടു കേട്ടോ. ഇനി നമ്മള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ കേട്ടോ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ, ദോശ കഴിക്കാം. എന്തോ പാപ്പം കഴിക്കാനാ വന്നേ? ദോശ. ദോശ. ആര്യഭവനിലെ ശരവണ ഭവനിലെ നല്ല അടിപൊളി നെയ് റോസ്റ്റും മസാല ദോശയും കിട്ടിയിട്ടും കഴിക്കാതെ പീഡിയാഷുവർ കുടിക്കുന്ന എൻ്റെ പുത്രൻ ഒരു വാ കഴിച്ചില്ല. കുടിക്കുവാ പീഡിയാഷുവർ. ശരവണ ഭവനിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല അടിപൊളി നെയ് റോസ്റ്റ് ഞാൻ കഴിച്ചു. ചേട്ടൻ മസാല ദോശ കഴിച്ചു. കുറേ നാളിന് ശേഷം നല്ല നെയ് റോസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫിൽറ്റർ കോഫി ആയിരുന്നു. അപ്പം അതെല്ലാം കുടിച്ചു. ഇനി നമുക്ക് ദുബായിൽ ഒരിടത്ത് പോകണം. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം. ഇന്ന് 1-2 പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെയ്ബർ ചേച്ചിയുണ്ട് കേട്ടോ കലാമിൽ. ചേച്ചിയുടെ ഫ്ലാറ്റിൽ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജലദോഷമായതുകൊണ്ട്, ചേട്ടനും പനിയുടെ ലക്ഷണമുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആദ്യം ഞാൻ അവിടെ കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ നമ്മൾ ചെന്നിട്ട് പനിയെങ്ങാനും പിടിച്ചാലോ എന്ന് എനിക്കൊരു
ബുദ്ധിമുട്ട് നമ്മൾ കാരണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, എന്തായാലും ഇറങ്ങുമല്ലോ എല്ലായിടത്തും കവർ ചെയ്യാമെന്ന്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചാലും ചേച്ചിയുടെ മോളിപ്പം എക്സാമാണ് മോക്ക്. ഇപ്പം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചിലായിട്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ പനി പിടിക്കണ്ടെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ജസ്റ്റ് ദുബായിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ച് കോപ്പക്കാരന് പോകും. വൈകിട്ടാവും അപ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഇനിയും നേരെ എവിടെയായിട്ടാ പോകുന്നത്? ഇന്റർനാഷണൽ സിറ്റിയിലോട്ട് പോകട്ടോ. ഇതാണ് കണ്ണൻചേട്ടൻ്റെ കൂട്ടുകാരൻ ഷിബിൻ ചേട്ടൻ. അപ്പോൾ ചേട്ടനാണ് പുതിയ ട്രാവൽസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇൻ്റർനാഷണൽ സിറ്റിയിൽ കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ട്രാവൽസിൻ്റെ പണി ഇച്ചിരി ഉണ്ട്. അത് കഴിഞ്ഞ് ഇനോഗ്രേഷനൊക്കെയാണ് ഈ ആഴ്ച. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ വന്ന് ഇവിടേക്ക് ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദിക്കുട്ടൻ്റെ ഫേവറേറ്റ് അങ്കിളാണ്. അങ്കിളിനെ കണ്ടതിന് ശേഷം പിന്നെ അങ്കിളിൻ്റെ കയ്യിലായിരുന്നു ആദിക്കുട്ടൻ. അപ്പം പിന്നെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ചേട്ടനാണെങ്കിൽ അവിടെ അടുത്തുള്ള നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട്, നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല അവിടെ സർവീസ് എല്ലാം നല്ലതായിരുന്നു. അവർ രണ്ടുപേരും ബിരിയാണി കഴിച്ചു. ഞാനാണെങ്കിൽ നോർമൽ സദ്യയാണ് കഴിച്ചത്. നോർമൽ ചോറും കറിയാണ് കഴിച്ചത്. കാരണം എനിക്ക് പനി ഇതായതുകൊണ്ട് തന്നെ എനിക്ക് വായ്ക്ക് രുചിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ കുറേ നേരമൊക്കെ നിന്ന് ചേട്ടനോടൊക്കെ സംസാരിച്ചതിന് ശേഷം പതുക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. കണ്ണൻ ചേട്ടന് വേറൊരു ഫ്രണ്ടിനെയും കൂടെ കാണണമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടന് അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു, സാറ്റർഡേ. അപ്പോൾ ആ ചേട്ടന് 6:30-7 മണിയൊക്കെ ആവും തിരിച്ച് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ചേട്ടനെ കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കോർഫക്കാൻ വരാനൊക്കത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ട് ചേച്ചി, ഒരു 3 മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടം പോലെ സമയമുണ്ട്, എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാം നമുക്ക്, നീ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ പോകണം, കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യാതെ ഞാൻ നടന്നത് ഫുള്ളും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് നിവർത്തിയില്ല, നീ വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ കരാമ സെൻറ്ററിൽ പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ക്യുസൈസിന് വിട്ട് സമ്പത്തിൽ നിന്ന് ചായയും സ്നാക്സും ഒക്കെ വാങ്ങിച്ചു. ചായ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് സ്നാക്സൊന്നും വാങ്ങിച്ചില്ല, ആദ്യക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാനും ചേട്ടനും ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ സ്ഥിരം കരാമയിലെ ചായ കുടിക്കാരായിരുന്നു, പക്ഷേ ഇപ്പം ക്യുസൈസിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ക്യുസൈസിൽ നിന്ന് ചായ എല്ലാം കുടിച്ചു. അപ്പോൾ ആ ചേട്ടൻ വിളിച്ചു. ആ ചേട്ടൻ നേരത്തെ വന്നു എന്ന് പറഞ്ഞു, കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വെച്ചിട്ട് ആ ചേട്ടൻ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നു. പിന്നെ അവിടെ വന്ന് ബുത്തീനയിലായിരുന്നു, അവിടെ വന്ന് ആ ചേട്ടനെയൊക്കെ മീറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ ബുത്തീനയിലെ ലുലുവിൽ വന്നിട്ട് സാധനങ്ങൾ കുറച്ച് വീട്ടിലേക്ക് ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി, അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ലുലുവിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നാൾ ബുത്തീനെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലുലു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ പണി സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലുലു പുത്തനാണ് അവിടെ. അപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോകണമായിരുന്നു, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ലുലു നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ ലുലുവിലൊക്കെ കയറി. അപ്പോൾ അച്ഛനും മോനും കൂടെ ഒക്കെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വരുവാണ് കേട്ടോ. ഞാനവിടെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് ആ ഇൻറ്റീരിയർ വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലുലുവിൽ. അങ്ങനെ അവിടെ കൂടെ ഒക്കെ നടന്ന് ആർമാദിച്ച് നടക്കുകയാണ്. നമ്മൾ നേരെ വേറെ എങ്ങോട്ടും കയറിയില്ല, ജസ്റ്റ് നമ്മൾ ഗ്രോസറി ഏരിയയിലോട്ട് മാത്രമേ കയറിയുള്ളൂ, വേറെ എങ്ങോട്ടും കയറാനുള്ള. ചേട്ടൻ പറഞ്ഞ് ചുമ്മാ എന്തായാലും വന്ന സ്ഥിതിക്ക് ചുറ്റിക്കറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് വയ്യാത്ത അവസ്ഥയിൽ തന്നെ ഞാൻ ചുറ്റിക്കറങ്ങണമെന്ന് ചോദിച്ചിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയും വരുന്നില്ല, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഏതാണ്ടൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. ബായ്.